നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യേശു കടലിന്മീതെ നടക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 16 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. സന്ധ്യയായപ്പോൾ ശിഷ്യന്മാർ കടൽപ്പുറത്തേക്ക് ഇറങ്ങി പടക് കയറി കടലക്കരെ കപർന്നഹൂമിലേക്ക് യാത്രയായി. ഇരുട്ടായ ശേഷവും യേശു അവരുടെ അടുക്കൽ വന്നിരുന്നില്ല. കൊടുങ്കാറ്റ് അടിക്കയാൽ കടൽ കോപിച്ചു. അവർ 4-5 നാഴിക ദൂരത്തോളം വലിച്ച ശേഷം യേശു കടലിന്മേൽ നടന്ന് പടകിനോട് സമീപിക്കുന്നത് കണ്ടു. അവർ പേടിച്ചു. അവൻ അവരോട്, ഞാനാകുന്നു, പേടിക്കണ്ട എന്ന് പറഞ്ഞു. അവർ അവനെ പടകിൽ കയറ്റുവാൻ ഇച്ഛിച്ചു. ഉടനെ പടക് അവർ പോകുന്ന ദേശത്ത് എത്തിപ്പോയി. നമ്മുടെ കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആളുകൾ യേശുവിനെ രാജാവാക്കാൻ ശ്രമിച്ചു. നമുക്കറിയാം, ഹോശന്ന ദിവസം കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ, ഹോശന്ന എന്ന് ജനങ്ങൾ ആർത്തു. യേശു കഴുതപ്പുറത്ത് യെരൂശലേമിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. ഹോശന്ന എന്ന് പറഞ്ഞാൽ ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ്. ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ പീലാത്തോസിൻ്റെയും അല്ലെങ്കിൽ റോമ കൈസറുടെയും അടിമത്വത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം, ഇസ്രായേലിന് രാജ്യം യഥാസ്ഥാനത്താക്കി നൽകണം, അതാണ് അവർ ഉദ്ദേശിച്ചത്. ഇവിടെയും യേശു തൃപ്തിയാകുവോളം ഭക്ഷണം 5 അപ്പം കൊണ്ട് അതിനെ വർദ്ധിപ്പിച്ച് 5000 കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി, പണ്ട് യാക്കോബിന്റെ മകനായ യോസേഫ് മിസ്രയീമിൽ ഭണ്ഡാരത്തിന്റെ അധിപനായി സകലർക്കും ധാന്യങ്ങൾ നൽകി. പല രാജ്യത്തുനിന്ന് ആളുകൾ ഭക്ഷണത്തിനായിട്ട് വന്നു. യോസേഫാണ് അവർക്ക് നൽകിയത്. അപ്പോൾ തീർച്ചയായിട്ടും അതുപോലെ യേശു ഭക്ഷ്യപ്രശ്നം പരിഹരിക്കാൻ കഴിവുള്ളവനാണ്. ഇതുപോലുള്ള ഒരു രാജാവിനെയാണ് യഹൂദന്മാർക്ക് വേണ്ടത്. അല്ലെങ്കിൽ യേശുവിനെ പിതാവ് രാജാവായിട്ട് അയച്ചിരിക്കുകയാണ് എന്നവർ വിചാരിച്ചു. അവര് യേശുവെ, നീ രാജാവാകണം, ഞങ്ങളെ രക്ഷിക്ക എന്ന് അവർ പറഞ്ഞു തുടങ്ങി. യേശു അവരോട് പറഞ്ഞു, ഇല്ല, സമയമായിട്ടില്ല, അല്ലെങ്കിൽ ഞാനതിനല്ല വന്നത് എന്ന് പറഞ്ഞ് അവരെ ശാസിച്ചമർത്തിയിട്ട് യേശു മലയിലേക്ക് കയറിപ്പോയി. ശിഷ്യന്മാരോട് പറഞ്ഞു കാണും, നിങ്ങൾ പൊയ്ക്കൊള്ളുക, നമുക്ക് പിന്നെ കാണാം. എന്തായാലും അവര് സന്ധ്യയായതുകൊണ്ട് പടകിൽ കയറി കപർന്നഹൂമെന്ന സ്ഥലത്തേക്ക്, അവർ വന്ന സ്ഥലത്തേക്ക് യാത്രയായി. പക്ഷെ അവർ പടകിൽ കയറിയത് മുതൽ കൊടുങ്കാറ്റ്, വലിയ കാറ്റ്. അതുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അവര് തണ്ടുവലിച്ച് വളരെ കഷ്ടപ്പെട്ടു. വലിയ കാറ്റും കോളും, നല്ല ഇരുട്ട്. ആ സമയത്ത് അവരൊരു കാഴ്ച കാണുകയാണ്. യേശു നടന്ന് കടലിൻ്റെ മീതെ വരികയാണ്. ലോകചരിത്രത്തിൽ ഇന്നുവരെ ഇളകി മറിയുന്ന കടലിൻ്റെ മീതെ ആരും നടന്നിട്ടില്ല. സകല പ്രകൃതി നിയമങ്ങൾക്കും അതീതനായി അവരുടെ രക്ഷിതാവ്, അവരുടെ കർത്താവ്, അവരുടെ ഗുരു ഇതാ വെള്ളത്തിൻ്റെ മീതെ, ഓളങ്ങളുടെ മീതെ നടന്നു വരികയാണ്. അവര് ഇങ്ങനൊരു കാഴ്ച ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, ലോകത്തിൽ ആരും കണ്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, യേശു സകല പ്രകൃതി ശക്തികളുടെ മേലും അധികാരമുള്ളവനാണ്. അല്ലെങ്കിൽ കടലിനെയും കാറ്റിനെയും കരയെയും ഒക്കെ നിർമ്മിച്ചവൻ താനാണ് എന്ന് യേശു ഇവിടെ തെളിയിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ദൈവത്വം തൻ്റെ പ്രവൃത്തിയിലൂടെ തെളിയിച്ച, അത്ഭുതങ്ങളിലൂടെ തെളിയിച്ച വേറെ ആരും ലോകത്തില്ല. എന്തെങ്കിലുമൊക്കെ 1 2 ഒക്കെ അത്ഭുതങ്ങൾ, ചില സിദ്ധികളിലൂടെ ഒക്കെ ചെയ്തിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കാം. ദൈവമല്ലാത്ത വേറെ ശക്തിയും ഉണ്ടല്ലോ. എന്നാൽ ഇതുപോലെ കാറ്റിൻ്റെ മേലും കടലിൻ്റെ മേലും കരയുടെ മേലും മരങ്ങളുടെ മേലും മൃഗങ്ങളുടെ മേലും മത്സ്യങ്ങളുടെ മേലും ഒക്കെ അധികാരമുള്ള ദൈവമാണെന്ന് ഇതുപോലെ തെളിയിച്ച വേറെ ആരുമില്ല. ശിഷ്യന്മാരാദ്യം പേടിച്ചു. കാരണം ഇങ്ങനെ ഒരു ദൃശ്യം അവർ കണ്ടിട്ടില്ല. അവർ വല്ല ഭൂതമൊക്കെ ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. നീ അങ്ങനെ വല്ലതും ആണോ എന്നൊക്കെ വിചാരിച്ചു കാണും. യേശു പറഞ്ഞു, പേടിക്കണ്ട, ഞാനാണ് എന്ന് പറഞ്ഞ് യേശു ആ പടകിലേക്ക് കയറി. താമസിയാതെ അവര് കരയിലെത്തുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ശിഷ്യന്മാർ തണ്ടുവലിച്ച് വലയുന്നത് യേശു കണ്ടു.
അവരെ ആശ്വസിപ്പിക്കുവാനാണ് കർത്താവ് നടന്ന് വന്നത്. നമ്മുടെ കർത്താവ് നമ്മുടെ ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ കാണുന്നവനാണ്. കാനാവിലെ വീട്ടിൽ തീർച്ചയായിട്ടും വെള്ളത്തെ വീഞ്ഞാക്കാൻ തീരുമാനിച്ചാണ് യേശു ഇറങ്ങിത്തിരിച്ചത്. യേശു പറഞ്ഞത്, എനിക്കത് സാധിക്കയില്ലെന്നല്ല, എൻ്റെ നാഴിക വന്നിട്ടില്ല എന്നാണ്. അതുപോലെ 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് എഴുതിയിട്ടുള്ളത് താൻ എന്ത് ചെയ്യാൻ പോകുന്നുവെന്ന് താൻ അറിഞ്ഞിരുന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ ആ 12 ശിഷ്യന്മാർ ആ പടകിൽ കഷ്ടപ്പെടുന്നു. അത് കർത്താവിൻ്റെ സർവജ്ഞാനത്തെ തനിക്ക് അറിയാമായിരുന്നു. അവരെ സഹായിക്കാനാണ് യേശു കടൽ മീതെ നടന്ന് വന്നത്. നമ്മുടെ കർത്താവ് നമ്മുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കുന്നവൻ എന്ന് മാത്രമല്ല, നമ്മളെ സഹായിക്കുന്നവനും നമ്മളെ അനുഗ്രഹിക്കുന്നവനും ആശ്വസിപ്പിക്കുന്നവനുമാണ് എന്നുള്ളൊരു പാഠം കൂടെ നമുക്കിവിടെ പഠിക്കാൻ സാധിക്കും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.